മതമൗലികവാദം കൊണ്ട് സാമ്രാജ്യത്വ ശക്തികളെ ഒരിക്കലും ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗാസ. ഇസ്രായേലിന് എന്താണ് ആവശ്യം അതാണ് ഹമാസ് ചെയ്തു കൊടുത്തത്. അധികം ആർക്കും അറിയാത്ത ഒരു ചരിത്രമുണ്ട്, ഹമാസിൻ്റെ രൂപീകരണ ചരിത്രം. ഹമാസിനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ തന്നെയാണ്. പലസ്തീൻ്റെ വിമോചനത്തിനായുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് യാസർ അരാഫത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഫത്ത പാർട്ടിയായിരുന്നു. ഫത്ത പാർട്ടി ഒരു മതേതര പാർട്ടിയായിരുന്നു. ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും സോഷ്യലിസ്റ്റുകളും ഭരിക്കുന്ന രാജ്യങ്ങളുടെയും ലോകത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അന്ന് പലസ്തീനുണ്ടായിരുന്നു. സ്വതന്ത്ര പലസ്തീൻ ആ നാട്ടുകാരുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ആവശ്യമായി മാറി. മുസ്ലിം സ്വത്വബോധം ഉയർത്തിപ്പിടിച്ച് മതപണ്ഡിതനായ അഹമ്മദ് യാസിന്റെ നേതൃത്വത്തിൽ 1987 ഡിസംബർ 10 ഹമാസ് രൂപീകരിച്ചു. ഹമാസിന്റെ രൂപീകരണത്തിന് പണവും ആയുധവും നൽകി ഇസ്രായേൽ സഹായിച്ചു. അന്ന് ഇരുവരുടെയും മുഖ്യ ശത്രു ഫത്ത പാർട്ടിയായിരുന്നു. ഫത്ത പാർട്ടി തളർന്നു, ഹമാസ് വളർന്നു. ഹമാസിന്റെ വളർച്ചയ്ക്കൊപ്പം ഇസ്രായേൽ അധിനിവേശം ശക്തമാക്കി. ഗാസ ഇന്ന് ഇങ്ങനെയാണ്. ഹമാസ് എന്ന സംഘടന ഇന്ന് എവിടെയാണ്? ആഗോളതലത്തിൽ ഏതാണ്ട് ജനസംഖ്യയുടെ 1/3 ഇസ്ലാമിക രാജ്യങ്ങൾ ആണ്. ഏതാണ്ട് 56ഓളം രാജ്യങ്ങൾ, 56-60 രാജ്യങ്ങൾ ലോകത്തൊട്ടാകെ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുണ്ട്, മുസ്ലിം രാജ്യങ്ങളായിട്ടുണ്ട്. ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഒരു രാജ്യം, അതായത് പലസ്തീൻ എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള ലോകത്തെ ഏതാണ്ട് 150ഓളം രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആ രാജ്യത്തിലെ ജനങ്ങളെ ഈ മൃഗതുല്യമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും സംയുക്തമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്? ഇത്രയധികം രാജ്യങ്ങളുണ്ടായിട്ടും, എണ്ണസമ്പന്നമായ രാജ്യങ്ങളുണ്ടായിട്ടും, ധാതുസമ്പന്നമായ രാജ്യങ്ങളുണ്ടായിട്ടും, ഇത്രത്തോളം ജനസംഖ്യയുടെ രാജ്യങ്ങളുണ്ടായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന വെറും 90 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും കൊടിയ ക്രൂരത നടത്താൻ കഴിയുന്നു? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായും ഈ രാജ്യങ്ങളുടെ നേതൃപദവി നിൽക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ദാസ്യരാഷ്ട്രങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യം. സാമ്രാജ്യത്വത്തിനും മതമൗലികവാദത്തിനും ഒരു പൊതുശത്രുവുണ്ട്. കമ്മ്യൂണിസമാണ് ആ പൊതുശത്രു. സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും അട്ടിമറിക്കാൻ ഇരുകൂട്ടരും കൈകോർത്തു. അഫ്ഗാനിസ്ഥാനാണ് മികച്ച ഉദാഹരണം. സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ നജീബുള്ളയുടെ നേതൃത്വത്തിലുള്ള പുരോഗമന സർക്കാർ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന കാലം. അന്ന് അമേരിക്കയും പാകിസ്ഥാനും താലിബാനും കൈകോർത്തു. അമേരിക്ക പണവും ആയുധവും നൽകി. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ പരിശീലനം നൽകി. താലിബാൻ ഭരണം പിടിച്ചു. നജീബുള്ളയെ തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കി. ഇപ്പോൾ സിറിയയിൽ അട്ടിമറിച്ചുകൊണ്ട് ബഷർ അൽ അസദിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന അഹമ്മദ് അൽ ഷാര, അദ്ദേഹവും ഇപ്പോൾ ഇസ്രയേലുമായിട്ട് ഈ സമയത്ത് പോലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കാരണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വരികയും എന്നാൽ ഇസ്ലാമികളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു വിഭാഗം പലസ്തീൻകാർ വളരെയധികം ദുരിതമനുഭവിക്കുകയും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ അവർക്ക് വേണ്ടി പിന്തുണ നൽകാനോ അവർക്ക് വേണ്ടി രംഗത്ത് വരാനോ അവർക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയിൽ പോരാടാനോ ഒന്നും തയ്യാറാവുന്നുള്ളത് നഗ്ന സത്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. താലിബാൻ ഇന്ന് ഭീകരർ ഭരിക്കുന്ന പ്രാകൃത രാജ്യമാണ്. കേരളത്തിലേക്ക് വരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിഷേധ പരിപാടികൾ നോക്കാം. ഇവരുടെ നായകർ പലസ്തീൻ വിമോചന പോരാളിയും തികഞ്ഞ മതേതരവാദിയുമായ യാസർ അരാഫത്തല്ല, തികഞ്ഞ വർഗീയവാദികളായ സെയ്ദ് ഖുത്തുബും അസ്നുൽ ബന്നയുമാണ്. ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയിട്ട് പോലും അതിനെതിരായി അതിശക്തമായി, അതായത് ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് അണ്ഡകടാഹത്തിലെ ഏറ്റവും വലിയ കരാറാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. വാസ്തവത്തിൽ പശ്ചിമേഷ്യയിലെ യഥാർത്ഥ പ്രശ്നം പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. ആ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ച് പരാമർശം പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ആ കരാറിൽ ഈ പറഞ്ഞ തരത്തിലുള്ള അംഗങ്ങൾ ഇസ്രായേലുമായിട്ട് ചേർന്ന് ആ കരാറിൻ്റെ അംഗങ്ങളായി. അതിൽ നിന്ന് ഈ ഒരു പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളിതിൽ നിന്നും പിന്മാറുകയാണെന്ന് പറയാനുള്ള ധൈര്യം പോലും അവർ കാണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ വളരെ നിരാശാജനകമായ കാര്യം.
കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിദ്യാർത്ഥി വിഭാഗമായ GIO നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം. ഇതൊരു പൊതുസ്ഥലമല്ല. മുൻകൂട്ടി അനുമതി തേടാതെയാണ് പ്രകടനം. സ്ഥലത്തിന്റെ ഉടമസ്ഥർ പരാതി കൊടുത്താൽ കേസെടുത്തേ തീരൂ. പ്രതിഷേധിക്കാൻ കണ്ണൂരിൽ എത്രയോ പൊതുസ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും പ്രതിഷേധിക്കാതെ ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തതിന് പിറകിൽ ഒരു കാരണമുണ്ട്. ലക്ഷ്യം പലസ്തീനിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലോ അവർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയോ ഇവർക്കൊപ്പം നിൽക്കുന്ന മോദി സർക്കാരോ അല്ല. ലക്ഷ്യം പലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർക്കെതിരെ കേസെടുത്തു എന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിനും CPIM-നുമെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം പരാജയപ്പെടുന്നത് ഇത്തരം നിലപാടുകൾ മൂലമാണ്. ഗൾഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു സമുച്ചയമാണ്. ആ സമുച്ചയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ് സൗദി അറേബ്യ, അതുപോലെ തന്നെ കുവൈത്ത്, ബഹ്റിൻ, UAE, ഇങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ഈ രാഷ്ട്രങ്ങളൊന്നും തന്നെ പലസ്തീനെ സഹായിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിച്ചാൽ ഞങ്ങൾ ഇസ്ലാമിൻ്റെ ഏത് ഭാഗത്തുള്ള ഇസ്ലാം ആയാലും അവരെ രക്ഷിക്കും എന്ന പാൻ ഇസ്ലാമിസം ഉണ്ട്. ആ പാൻ ഇസ്ലാമിസം തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ഗാസ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് വിരാമമുണ്ടാവണമെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റം വരണം. ഇടതുപക്ഷ പുരോഗമന ശക്തികൾ ലോക രാഷ്ട്രീയത്തിൽ ആധിപത്യം നേടണം. എങ്കിൽ മാത്രമേ ഗാസകൾ ആവർത്തിക്കാതിരിക്കൂ.